നമ്മൾ എത്തിയിട്ടുള്ളത് തൃക്കൂപ്പാലത്തിൻ്റെ അവിടെയാട്ടാ. അപ്പോൾ ഇവിടെയുള്ള ബിൽഡിംഗ് ആണെന്ന് അറിയാം നിങ്ങൾക്ക്. ഇതാണ് തൃക്കൂപ്പാലം യൂണിയൻ ഓഫീസ്. ഇതാണ് തൃക്കൂർ പുഴ. കണ്ടാ ഈ പാലം കടന്ന് അങ്ങോട്ട് പോകുന്നത് ശിവൻ്റെ അമ്പലത്തേക്കാട്ടാ, തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തേക്കാണ്. ഇപ്പോൾ ബീച്ചൊക്കെ തുറന്നു കാരണം കുറച്ച് വെള്ളമുള്ളൂ. പക്ഷേ ബീച്ച് ഫുൾ തുറന്നു കഴിഞ്ഞാൽ പാലത്തിൻ്റെ അടി വരെ മുട്ടിയിട്ടാണ് വെള്ളം വരാറ്. ഇതാണ് നമ്മുടെ വീഡിയോ. ആടാ തൃപ്പുഴ അങ്ങറ്റം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഷട്ടർ വരുന്നത് പുലക്കാട്ടുകര ഷട്ടറാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരുപാട് മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. സുഹൃത്തുക്കളെ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ കുളിക്കാനും മീൻ പിടിക്കാനൊക്കെ വന്നിറങ്ങുന്ന പുഴയാണിത്. ഇപ്പോൾ ഈ പുതിയ പാലം പണിതോടി ഒരുപാട് വേസ്റ്റും കാര്യങ്ങളുള്ള കാരണം ഇവിടെ ആരും കുളിക്കാറില്ല. മറ്റേത് ചാടി കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് കുളിക്കാനൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ ആരും ഉപയോഗിക്കാത്തതാണ് ഇവിടെയൊക്കെ പുല്ല് കിടക്കുന്നത് കേട്ടോ. ഉപ്പും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ആരും ഉപയോഗിക്കാറില്ല എന്നുള്ളത്. കാരണം കുറേ നാളായിട്ട് ഇത് ആരും ഉപയോഗിക്കാണ്ട് പുല്ല് പിടിച്ച് ആകെ കാട് പിടിച്ച് കിടക്കാണ് കാരണമാണ് ഇവിടെ ആരും വരാത്തതെന്ന് തോന്നുന്നുണ്ട്. ചെറു കുട്ടിക്കാലത്ത് കുളിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ പുഴയിലാണ്. കണ്ട ഇവിടെയൊക്കെ ആകെ പുല്ലും കാര്യങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കുക. കണ്ട ഇവിടെയൊക്കെ കണ്ട നിറയെ പുല്ലോ കണ്ട. ഇത് കാരണം പ്രശ്നം. ഞങ്ങളൊക്കെ എത്ര കുളിച്ചാണ് സ്ഥലമാണെന്ന് പറയും. ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ പശുവിനെയും കുളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ. നമുക്ക് പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല ഇവിടെ. തീരത്ത് നമുക്കിനി പുലക്കാട്ടുകര ഷട്ടറിൽ പോവാം. അവിടെ പോയിട്ട് എന്നിട്ട് നോക്കാട്ടാ. വെള്ളം ഒലിച്ചേരുന്നത് ബീച്ചിൽ നിന്നാട്ടാ. കണ്ട നമ്മുടെ നേർക്കാണ് ബീച്ചിൽ നിന്ന് ഒലിച്ചേരുന്ന വെള്ളമാണത്. ബീച്ചിലെ ഷട്ടർ തുറന്ന ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടാണ് വെള്ളം വരുന്നത്. അവിടെയാണ് തൃക്കൂപ്പാലം ബസ് സ്റ്റോപ്പ് സെൻറ്ററൊക്കെ വരുന്നത്. അവിടെ കള്ള് ഷാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സെൻറ്റർ കേട്ടോ. തൃക്കുപാലത്തിന് തൊട്ടപ്പുറത്തുള്ള സെൻറ്റർ തൃക്കുപാലം സെൻറ്റർ ആണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ. ആ വണ്ടി പിടിക്കും എല്ലാവരും അവിടെ. ഇപ്പം നമുക്ക് അതിൻ്റെ അടി കൊടുക്കും. ഞങ്ങളുടെ മോളിക്ക് പോകും. ഇവിടെ പാലത്തിനപ്പുറത്തേക്ക് പോകും. ഹായ് ഗൈസ്, നമ്മൾ അങ്ങനെ പുലക്കാട്ടുകര ഷട്ടറിൻ്റെ അവിടെ എത്തി. അപ്പം ഷട്ടറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ ലെഫ്റ്റിലേക്ക് കുറച്ച് ഇറങ്ങി പോകണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട അവിടെയാണ് ലെഫ്റ്റിലേക്ക് ഇറങ്ങി നമ്മൾ നേരെ ചെന്നാലാണ് ഷട്ടർ കാണാം. സുഹൃത്തുക്കളെ, ഈ പാലം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുമ്പ് പഴയ വഴി എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് കഷ്ടിച്ച് പോകുള്ളൂ അതുപോലത്തെ ഒരു ചെറിയൊരു ഷട്ടർ പാലമായിരുന്നു. ഇപ്പോൾ അത് ഒരു വലിയ പാലം പണിത് ഈ ഷട്ടർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. അതാണ് വേറെ കാണിച്ചു തരാം. നിങ്ങൾക്ക് സൈഡൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ മോട്ടർ ഷെഡും മറ്റേ
വെള്ളം സപ്ലൈനൊക്കെ ഉള്ളതൊക്കെ കേട്ടോ. കണ്ടോ